ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത്? കോർപ്പറേഷനുകൾ എന്തുകൊണ്ട് ഇത്ര വലിയ തിരിച്ചടി സംഭവിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. 45 കൊല്ലമായിട്ട് കയ്യിൽ വെച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്ന സാഹചര്യം, കൊച്ചി തിരികെ പിടിക്കുന്നു UDF എന്നുള്ളൊരു സാഹചര്യം, LDFിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കൊല്ലത്ത് പാളുന്നു എന്നുള്ളൊരു സാഹചര്യം. ഏത് തരത്തിലാണ് അഭിലാഷ് ആകപ്പാട് ആശ്വസിച്ച് പറയാനുള്ളത്? പാലക്കാടൊക്കെ ഒരുപക്ഷെ വലിയ ശക്തി, NDAയുടെ ശക്തി കേന്ദ്രമായ പാലക്കാടൊക്കെ BJPക്കും ഇതുപോലെ ചില കാലിടർച്ചയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ഷൊർണൂരിൽ ഒരു പക്ഷേ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് തന്നെ പറയാം ഇടതുപക്ഷത്തിൻ്റെതായി വരുന്നത്. ഷൊർണൂർ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം ആയിരുന്നു. ഷൊർണൂരിൽ പക്ഷേ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു BJPക്ക് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ വലിയ മേൽക്കൈ അല്ലെങ്കിൽ ആധിപത്യം എന്ന് ഉറപ്പിച്ചിരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, പൂഞ്ഞാർ പഞ്ചായത്ത് 10 വർഷത്തിന് ശേഷം ഇടതുമുന്നണിയിൽ നിന്ന് UDF പിടിച്ചെടുത്തിരിക്കുന്നു. 4 സീറ്റുകളോടെ BJP പ്രതിപക്ഷത്ത് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പാലായിൽ നിന്ന് വരുന്ന സൂചനകളൊന്നും ഇടതുപക്ഷത്തിന് ശുഭോദർക്കമായിട്ടുള്ളതല്ല. ജോസ് കെ മാണി വോട്ട് ചെയ്ത കുടുംബത്തോടു കൂടി വോട്ട് ചെയ്ത വാർഡിലടക്കം ഇടതിന് ഭരണം നഷ്ടമായിട്ടുള്ള സാഹചര്യം ഇതാ പൂഞ്ഞാറിൽ നിന്ന് വരുമ്പോൾ എന്താണ് മധ്യ കേരളത്തിൽ സംഭവിക്കുന്നത് ഇടതിന് എന്നുള്ള വലിയ ചോദ്യം. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടികളുടെ നിലപാടുകളാണ് അധികമായും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ്. പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്നത് ഒരു പക്ഷേ നേരത്തെ നമുക്കറിയാം BJP എന്നത് വലിയ ചർച്ചയായി വന്നിരുന്ന, വലിയ രാഷ്ട്രീയ വിവാദങ്ങളടക്കം സൃഷ്ടിക്കപ്പെട്ടിരുന്ന പൂഞ്ഞാർ മേഖല, അവിടെ PC ജോർജിനെ പോലെയുള്ള നേതാക്കളുടെ സാന്നിധ്യം, അവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പൂഞ്ഞാർ പഞ്ചായത്തിൽ 10 വർഷത്തിന് ശേഷമാണ് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമാകുന്നത്. അവിടെ UDF പിടിച്ചിരിക്കുന്നു പൂഞ്ഞാർ പഞ്ചായത്ത്. പ്രതിപക്ഷത്ത് വരുന്നു എന്നുള്ളതും വേറെ നിർണായകമുള്ള കാര്യം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, CPMന്റെ പ്രമുഖരൊക്കെ പലയിടത്തും തോൽക്കുന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പന്തളത്ത് നിന്ന് വരുന്നു. പന്തളം നഗരസഭയിൽ CPMന്റെ വനിതാ നേതാവ് ലസിത നായർ 8ാം വാർഡിൽ തോറ്റിരിക്കുന്നു എന്ന് പറയുന്നു. ശബരിമല പ്രതിഫലിച്ചിട്ടില്ല എന്ന് ലസിത ഒരുപക്ഷെ വാർത്തകളിൽ ഏറ്റവും നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ലസിത നായർക്കാണ് തോൽവി. ലസിത നായരുടെ ചില പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ പ്രതികരണം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിന്റെ തീവ്രതയെ മുകേഷിന്റെ പീഡന തീവ്രതയുമായി താരതമ്യം ചെയ്തത് രാഷ്ട്രീയ കേരളം കൗതുകത്തോടു കൂടി നോക്കിക്കണ്ടതാണ്. ആ ലസിത ഇപ്പോൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് നൽകാൻ പറ്റുന്നത്. നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു എന്നതാണ് ലസിത പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഒപ്പം മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചു എറണാകുളം നിയമസഭാ മണ്ഡലം, അതുപോലെ എറണാകുളത്തെ തന്നെ ലോക്സഭാ മണ്ഡലത്തിനുമൊക്കെ കീഴിലേക്ക് കൂടുതലായി കടന്നു വരുന്നതിന് വേണ്ടി 2020 ശ്രമം നടത്തിയിരുന്നു. അവിടെ ഇതാ കിഴക്കമ്പലം